എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് 25 വർഷം പഴയൊരു സിനിമയാണ്. 2000 ഇറങ്ങിയ ഗ്ലാഡിയേറ്റർ എന്ന റിഡ്ലി സ്കോട്ടിൻ്റെ മാഗ്നം ഓപ്പസ് എന്നൊക്കെ പറയാവുന്ന സാധനം. ഒരു എപ്പിക് ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഫിലിമാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ മാർക്കസ് ഒറീലിയസ് എന്ന് പറഞ്ഞ ചക്രവർത്തിയുടെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന കൊളോസിയത്തിൽ ഈ ഗ്ലാഡിയേറ്റർ ബാറ്റിൽസ് നടക്കുമായിരുന്നു. ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ യോദ്ധാക്കളാണ്, സ്ലേവ് യോദ്ധാക്കളാണ്, അടിമ യോദ്ധാക്കൾ. അവരെ തമ്മിൽ തല്ലിപ്പിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ് ഈ കൊളോസിയത്തിൽ നടക്കുന്ന ഗ്ലാഡിയേറ്റർ ബാറ്റിൽസ്. ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ് റസൽ ക്രോയെ പ്രധാന കഥാപാത്രമാക്കി കൊണ്ടുവരുന്ന ഒരു സിനിമയാണിത്. ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അന്നേ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് ഈ സിനിമ ഒന്ന് കാണാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പം ഇത്രയും കാലത്തിന് ശേഷം ഇരുന്ന് കണ്ടത്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ എപ്പിക്, ഐതിഹാസികം എന്ന് വേണം ഈ സിനിമയെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ. എനിക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് ഗ്ലാഡിയേറ്റർ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. റിഡ്ലി സ്കോട്ടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഡേവിഡ് ഫ്രാൻസോണി, ജോൺ ലോഗറ്റ് ആൻഡ് വില്യം നിക്കോൾസൺ ആണ് കഥയും സ്ക്രീൻ പ്ലേയും ഒക്കെ മാറി മാറി എഴുതിയിരിക്കുന്നത്. റസൽ ക്രോ, ഹാക്വീൻ ഫിനിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് അദ്ദേഹത്തെ അറിയുന്നത് ജോക്കറായിട്ടാണ്. എനിക്കൊക്കെ ഈ ഗ്ലാഡിയേറ്ററിലെ വില്ലൻ എന്നാണ് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ കോണി നീൽസൺ, ഷിമോ ഹോസോ, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സിമ്പിളെന്ന് ഞാൻ പറയില്ല, ഞാൻ ഒത്തിരി സ്പോയിലേഴ്സ് പറയുന്നില്ല, കാരണം ഇതിനകത്ത് ഇങ്ങനെ സ്പോയിലറായിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് റസൽ ക്രോയുടെ ആക്ടിങ്, റിഡ്ലി സ്കോട്ടിൻ്റെ ഡയറക്റ്റിങ്, മ്യൂസിക്. നമ്മൾ ഈ ഡാർക്ക് നൈറ്റൊക്കെ ഇറങ്ങുന്നതിന് മുൻപേ, ഇൻട്രസ്റ്റെല്ലാർ ഇറങ്ങുന്നതിന് മുൻപേ ഉള്ള, ഈവൻ നമ്മുടെ ഓപ്പൻഹൈമറൊക്കെ ഇറങ്ങുന്നതിന് മുൻപേ ഹോൺസ് സിമ്മർ എന്ന മ്യൂസീഷ്യൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ കഴിവെന്താണെന്നും തെളിയിച്ച സിനിമയാണ് ഗ്ലാഡിയേറ്റർ. സോ ഇൻക്രെഡിബിൾ മ്യൂസിക്കാണ്. ഇന്നും നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരും, ഒരു രോമാഞ്ചം വരുന്നൊരു ഫീലിംഗ് ആണ്. ഓവറോൾ വളരെ, ഇത് കേട്ടിട്ട് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. ഈ സിനിമ മസ്റ്റ് വാച്ച് ആണ്. ഇതിനെപ്പറ്റി ഞാൻ അധികം ഒന്നും സ്പോയിലർ ഇല്ലാതെ പറയുന്നില്ല. മസ്റ്റ് വാച്ച് സിനിമയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 2000-ന് ശേഷം ഇങ്ങോട്ട് വന്നേക്കുന്ന എല്ലാ ചരിത്രപരമായ സിനിമകളും എല്ലാ ഭാഷയിലുള്ളതിലും എവിടുന്നാണ് ഇവന്മാർ ഇൻസ്പയർഡ് ആയത്, അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞ കോപ്പി അടിച്ചേക്കുന്നത് എന്ന് ഈ സിനിമ കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഉഗ്രൻ, വേറൊന്നും പറയാനില്ല ഇതിനെപ്പറ്റി. എനിക്ക് തോന്നുന്നു ഇതൊരു ബുക്കും ഇൻസ്പയർഡ് ബൈ എ ബുക്കാണ്, ദോസ് അബൌട്ട് ടു ഡൈ എന്ന് പറഞ്ഞു. പക്ഷെ ബുക്ക് വായിക്കുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നെക്സ്റ്റ് ലെവൽ. ഇത് മേക്കിംഗ് ആണ്. ഇതൊരു നല്ല സ്ക്രീനിൽ നല്ല സൗണ്ടിൽ ജീവിതത്തിലൊരിക്കൽ കണ്ടിരിക്കേണ്ട സാധനമാണ് ഒരിക്കലെങ്കിലും. ദാറ്റ് ബീങ് സെറ്റ്, ഗോയിങ് ഇൻ ടു ദ സ്പോയിലർ ടെറിട്ടറി. സ്പോയിലേഴ്സിലോട്ട് വരുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് സ്റ്റോറി എന്ന് പറയുന്നത് ഗ്ലാഡിയേറ്ററായിട്ടുള്ള, അല്ലെങ്കിൽ ഗ്ലാഡിയേറ്റർ ആവുന്നതിന് മുമ്പ് ഈ റോമൻ ലീജിയൻ ജനറലായിരുന്നു, റോമൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ജനറലായിരുന്ന ഒരു മാക്സിമസ് എന്ന് പറയുന്ന കഥാപാത്രം. അത് റസൽ ക്രോയുടെ മാക്സിമസ് ഡെസിമസ് മെർഡീസ് എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ എംപററിനോട്, ചക്രവർത്തിയോട് വളരെ ആത്മാർത്ഥതയുള്ളൊരു കഥാപാത്രമായിരുന്നു. ആ ചക്രവർത്തിയായിട്ട് വരുന്നത് ഈ മാർക്കസ് ഒറീലിയസ് എന്ന് പറഞ്ഞ ചക്രവർത്തിയാണ്. റിച്ചാർഡ് ഹാരിസ് ആണ് അദ്ദേഹമായിട്ട് വരുന്നത്. ഈ മാർക്കസ് ഒറീലിയസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര ചക്രവർത്തിയാണ് നമ്മുടെ റോമൻ ഹിസ്റ്ററിയിൽ. അദ്ദേഹമാണ് ഈ സ്റ്റോയിസിസം എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊപ്പൗണ്ടറായിരുന്നു മാർക്കസ് ഒറീലിയസ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിക്ഷണലൈസ്ഡ് വേർഷനാണ് ഇതിനകത്ത്. അദ്ദേഹം സൂപ്പറാണ്, ആ ക്യാരക്ടർ സൂപ്പറാണ്. ആ ചക്രവർത്തി ഇദ്ദേഹത്തിന്, ഈ റസൽ ക്രോയുടെ കഥാപാത്രമായ മാക്സിമസിനെ ഒരു രാജാവെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഡെമോക്രസി ആക്കാൻ വേണ്ടി, റോം ഒരു ഡെമോക്രസി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അത് തിരിച്ചറിയുന്ന മകൻ ഹാക്വീൻ ഫിനിക്സിൻ്റെ കൊമഡസ് അതിനെ എതിർക്കുന്നതും അച്ഛനെ കൊല്ലുന്നതും, ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്ത ഈ ജനറൽ മാക്സിമസിൻ്റെ കുടുംബത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയും അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിക്കുക, അദ്ദേഹം മരിക്കുന്നതിന് പകരം ഒരു അടിമയായി മാറുകയും ചെയ്യുന്നതാണ് തുടക്കം ഇതിൻ്റെ കഥ. അവിടുന്ന് ഈ അടിമയായ മാക്സിമസ്
യുദ്ധം ചെയ്ത് ഒരു ഗ്ലാഡിയേറ്റർ ആവുകയും ഗ്ലാഡിയേറ്ററായിട്ട് റോമിൽ ഈ ഗ്ലാഡിയേറ്റർ ബാറ്റിലിന് വേണ്ടി വരികയും അവിടെ വെച്ച് തിരിച്ചറിയുകയാണ് എനിക്ക് ഈ പുതിയ ചക്രവർത്തി എന്ന് വെച്ചാൽ കൊമഡസിൻ്റെ ഹാക്വിൻ ഫീനിക്സിൻ്റെ കൊമഡസിനെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റും, ഈ റോമ സാമ്രാജ്യത്തിലെ മനുഷ്യരെ രക്ഷിക്കാൻ കഴിയും, എൻ്റെ ഭാര്യയ്ക്കും മകനും ഉള്ള നീതി എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഇവൻ്റെ മരണത്തിലൂടെ എന്നൊരു ചിന്ത ഈ മാക്സിമസിൽ വരികയും അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുന്നതുമാണ് കഥ. പറയുമ്പം വളരെ ബേസിക് ഒരു റിവെഞ്ച് സ്റ്റോറി ആയിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഇതിൻ്റെ സെറ്റിങ് സ്ക്രിപ്റ്റ് ആണ്. ഇതാണ് ഞാൻ പറയുന്നത്, സ്ക്രിപ്റ്റ് അടിപൊളിയാകുമ്പം ബാക്കി ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അടിപൊളിയാക്കാൻ പറ്റും. അത് ഈ സിനിമയുടെ ഒരു പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഡയലോഗ്സ് ലാസ്റ്റിൽ മൈ നെയിം ഇസ് മാക്സിമസ് ഡെസിമസ് മെറിഡിയസ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഇന്നും നമ്മളുടെ ചെവിയിൽ ഇങ്ങനെ റിവർബറേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു സാധനമാണ്. ഹാക്വിൻ ഫീനിക്സ് ഈ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കിടുവില്ലനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് വരുന്ന കോണി നീൽസൻ്റെ ലുസീല എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ഇതിനകത്ത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒന്നും നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്തില്ല. ഇത് ഒട്ടുമിക്ക എല്ലാ ഏജും ഒരു 12 വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാൻ പറ്റുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ടെങ്കിലും മുൻപ് ഞാൻ മാർക്കോ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞ പോലെ വയലൻസ് കാണിക്കാൻ വേണ്ടിയുള്ള വയലൻസ് അല്ല, സിനിമ അടിപൊളി ആയതുകൊണ്ട് അതിനെ എയ്ഡ് ചെയ്യുന്ന സ്റ്റോറിയെ എയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള വയലൻസ് ആയാലും റൊമാൻസ് ആയാലും എന്ത് തേങ്ങയായാലും ഇതിനകത്തുള്ളൂ. ഇത്രയും ക്രിസ്പായിട്ടൊരു സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതി എന്നുള്ളത് ശരിക്കും അത്ഭുതമാണ്. അതുപോലെ ഈ റിഡ്ലി സ്കോട്ടിൻ്റെ ഡയറക്ഷൻ, ഈ റോമെന്ന് പറയുന്ന ഒരു നഗരം ശരിക്കും ആ നഗരം ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ആ നഗരം അതിൻ്റെ എല്ലാ ചരിത്ര പ്രാധാന്യത്തിലും വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. ആ റിഡ്ലി സ്കോട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ടറിൻ്റെ മാർവൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സിലൊന്നാണ് റിഡ്ലി സ്കോട്ട്. ഒരുപാട് നല്ല സിനിമ ചെയ്തിട്ടുണ്ട്, കുറച്ച് മോശം സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ പീക്ക് സിനിമകളിലൊന്നാണ്. അതുപോലെ ഈ ഗ്ലാഡിയേറ്റർ വന്നു കഴിഞ്ഞാണ് ചരിത്രപരമായ സിനിമകൾ തിരിച്ചു വരാൻ തുടങ്ങിയത്. 2000 തൊട്ട് എനിക്കൊന്ന് 2008-2009 വരെയൊക്കെ ഈ ട്രോയ് ആയാലും കിങ്ഡം ഓഫ് ഹെവൻ ആയാലും അതുപോലെ ഒരുപാട് സിനിമയാണ്, എനിക്കിപ്പോൾ പെട്ടെന്നെല്ലാം ഓർമ്മ കിട്ടുന്നില്ല. കിങ് ആർത്തർ ആയാലും എല്ലാം അടിപൊളിയായിട്ട് ആ സമയത്ത് ഒരു റിവൈവൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമ മസ്റ്റ് വാച്ച് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതുപോലെ ഇതിൻ്റെ ക്ലൈമാക്സിൽ റസൽ ക്രോ മരിക്കുന്നതും എങ്ങനെ മരിക്കുന്നെന്നുള്ളതും, മരിക്കുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ റസൽ ക്രോയെ ഓൾറെഡി സ്റ്റാബ് ചെയ്തിട്ടാണല്ലോ യുദ്ധം ചെയ്യുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു വില്ലൻ വരുന്നു, ഹീറോയെ സ്റ്റാബ് ചെയ്യുന്നു, എന്നിട്ടും ഹീറോ വില്ലനെ തോൽപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മസാല പരിപാടിയാണ് സത്യത്തിൽ. പക്ഷെ അത് ആ ഡയറക്ഷനും ആക്ടിങ്ങിലും നമ്മളെ കൺവിൻസ് ചെയ്യുന്നത് അത് ശരിക്കും അങ്ങനെ നടക്കും എന്ന രീതിയിൽ കാണിക്കുന്നത് ആ ആക്ടറിൻ്റെയും ഡയറക്ടറിൻ്റെയും ആ ക്രൂവിൻ്റെയും ഇൻക്രെഡിബിൾ കഴിവാണ് ശരിക്കും. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിർത്തത്തില്ല. അതുപോലെ എനിക്ക് ഇതിനെ പ്രൈസ് ചെയ്യാനുള്ളൊരു സിനിമയാണ്, കണ്ടിരിക്കേണ്ടതാണ്. ചിലപ്പോൾ ഞാനിത് ഓവർ ഹൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മോശമാക്കിയെങ്കിലേ ഉള്ളൂ. അത് ഞാൻ പ്രത്യേകിച്ച് പറയാം, ഈ ചരിത്രപരമായ സിനിമകൾ, കുറച്ച് സ്ലോ ആയിട്ടുള്ള സിനിമകൾ, ഇതിനകത്ത് അത്യാവശ്യം ആക്ഷൻ സീൻസൊക്കെ ഉണ്ടെങ്കിലും പല സീനുകളും സ്ലോ ആണ്, ഡ്രാമയാണ്, ഒരു കോമഡി പടമല്ലത്. ഒരു രീതിയിൽ ഒരു കോമഡിയൊന്നും അങ്ങനെ ഇല്ലാത്തൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അല്ല എങ്കിൽ ചിലപ്പോൾ കുറച്ച് ബോറടിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ബോറടിച്ചിട്ടില്ല, എനിക്ക് പരിചയമുള്ള ആൾക്ക് ഇത് കണ്ടിട്ട് ബോറടിച്ചിട്ടില്ല, പക്ഷെ ചിലപ്പോൾ സാധ്യതയുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഈ റിവ്യൂ നിർത്തുകയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇത് കാണണം. റിവ്യൂ കേട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.